നമസ്കാരം, ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. സ്വർണ്ണ വിപണിയിൽ ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. അമേരിക്കൻ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു സുപ്രധാന വിധി ആഗോള വിപണിയെയും അതുവഴി നമ്മുടെ കേരളത്തിലെ സ്വർണ്ണവിലയെയും നേരിട്ട് സ്വാധീനിച്ചിരിക്കുകയാണ്. അമേരിക്ക ഏർപ്പെടുത്തിയ എമർജൻസി താരിഫുകൾ കോടതി റദ്ദാക്കിയതോടെ ഡോളർ അല്പമൊന്ന് തളർന്നു. ഡോളർ വീഴുമ്പോൾ സ്വർണം തിളങ്ങുന്ന പഴയ പതിവ് ഇന്നും ആവർത്തിക്കുകയാണ്. ഇന്ന് ഫെബ്രുവരി 21 ശനിയാഴ്ച. കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് 1,16,800 രൂപയാണ് വില. ഇന്നലെ വൈകുന്നേരത്തേക്കാൾ ഏകദേശം 1,400 രൂപയുടെ വർധനവാണ് ഇന്ന് പവനുണ്ടായിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ 1,17,000 മുകളിൽ പോയ സ്വർണ്ണവില പിന്നീട് പതുക്കെ താഴേക്ക് വരികയായിരുന്നു. എന്നാൽ ഈ സുപ്രീം കോടതി വിധിയും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും സ്വർണത്തെ വീണ്ടും മുകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്താണ് ഈ സുപ്രീം കോടതി വിധി സ്വർണത്തെ ബാധിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, അമേരിക്കൻ പ്രസിഡന്റ് കൊണ്ടുവന്ന നികുതി നിയന്ത്രണങ്ങൾ നിയമവിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തി. ഇത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര തർക്കം കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞതോടെ ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ സുരക്ഷിതമെന്ന ഒരു താവളം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് പണമൊഴുക്കാനും തുടങ്ങി. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $5,000 എന്ന വലിയ കടമ്പ കടന്ന് മുന്നേറുകയാണ്. നമ്മുടെ നാട്ടിലെ വിലയിലേക്ക് വന്നാൽ ഫെബ്രുവരി മാസത്തിലെ ഈ വലിയ ചാഞ്ചാട്ടം നിക്ഷേപകരെയും സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവരെയും ഒരുപോലെ കുഴപ്പിക്കുന്നുണ്ട്. ഫെബ്രുവരി 2-ാം തീയതി 1,07,000 താഴ്ന്ന വിലയാണ് ഇപ്പോൾ വീണ്ടും 1,16,000 കടന്നിരിക്കുന്നത്. ഈ മാസത്തെ ഗ്രാഫ് പരിശോധിച്ചാൽ സ്വർണ്ണവിലയിൽ വലിയൊരു റാലി നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യൻ വിപണിക്ക് ഒരു ആശ്വാസമായത് കഴിഞ്ഞ ബജറ്റിലെ തീരുമാനമാണ്. സ്വർണത്തിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി 5% കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു. ആഗോള വിപണിയിലെ ഈ വലിയ കുതിപ്പ് അതേപടി ഇന്ത്യയിൽ പ്രതിഫലിക്കാത്തത് ഈ നികുതി കുറച്ചത് കൊണ്ടാണ്. എങ്കിലും ആഗോളതലത്തിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടുന്നത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വിലയിൽ വലിയ ഇടിവ് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. സാങ്കേതികമായി പരിശോധിച്ചാൽ 1,10,000 രൂപ എന്നത് സ്വർണ്ണവിലയുടെ ഒരു സപ്പോർട്ട് ലെവലായി മാറിയിട്ടുണ്ട്. അതായത് ഈ വിലയ്ക്ക് താഴേക്ക് സ്വർണം പോകാനുള്ള സാധ്യത നിലവിൽ കുറവാണ്. അമേരിക്കയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പുതിയ ട്രേഡ് ഡീലുകളും സ്വർണ്ണവിലയെ വരും ആഴ്ചകളിൽ ഇനിയും സ്വാധീനിക്കും. ഓഹരി വിപണിയിലുള്ള അസ്ഥിരതയും പലരെയും സ്വർണത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാൻ നിൽക്കുന്നവർ ഈ വിലക്കയറ്റം ശ്രദ്ധിക്കണം. ചെറിയ തോതിലുള്ള കുറവ് വരുമ്പോൾ സ്വർണം ബുക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് വഴി പണം മാറ്റിവെക്കുന്നതോ ഈ സാഹചര്യത്തിൽ ഗുണകരമായേക്കാം. വിപണിയിലെ ഓരോ ചെറിയ ചലനങ്ങളും നിങ്ങളുടെ പോക്കറ്റിനെ ബാധിക്കുന്ന കാലമാണിതെന്ന് മനസ്സിലാക്കണം. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിലവിലെ വിപണി സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് നൽകാൻ മാത്രമുള്ളതാണ്. ഇത് സ്വർണം വാങ്ങാനോ വിൽക്കാനോ ഉള്ള ഒരു സാമ്പത്തിക ഉപദേശമല്ല. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധനുമായി ചർച്ച ചെയ്യുക. നിങ്ങളുടെ ഓരോ നിക്ഷേപവും കൃത്യമായ പഠനത്തിന് ശേഷം മാത്രം നടത്തുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഇത് ഓഹരി വിപണിയിലോ സ്വർണത്തിലോ ഉള്ള നിക്ഷേപ നിർദ്ദേശമല്ല. നിക്ഷേപങ്ങൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം ചെയ്യുക. നന്ദി.